വണ്ടി ഭ്രാന്തനല്ല, വണ്ടി ഭ്രാന്തനാണ്. കൊളോക്കിയൽ ലാംഗ്വേജ് ആണ്. വണ്ടി ഭ്രാന്ത്. ഭ്രാന്തനല്ല. ഭ്രാന്ത് എന്ന് പറയാം, ഭ്രാന്ത് എന്ന് പറയില്ല. പല ആളുകൾ തിരുത്താറുണ്ട് ഇങ്ങനെ, നിങ്ങൾ എന്താണ് ഭ്രാന്തൻ എന്ന് പറയുന്നത്, ഭ്രാന്തൻ എന്ന് പറഞ്ഞു, അതല്ലേ കറക്റ്റ് മലയാളം. അപ്പൊ നമ്മൾ മലയാളമല്ല, കൊളോക്കിയലായിട്ട് നമ്മൾ ഭ്രാന്തൻ എന്നാണ് പറയുന്നത്. ഭ്രാന്തൻ എന്ന് പറയുന്നത്. അപ്പൊ അത് കുറെ പേരോട് പറയാൻ ഉണ്ടായിരുന്ന ഒരു സംഭവം കൂടിയായിരുന്നു. അതെ അതെ, ഉറപ്പായിട്ടും ഭ്രാന്താണല്ലോ, അതായത് ഉന്മാദാവസ്ഥ. അപ്പം ആ ഒരു സ്ഫുടതയൊന്നും അപ്പൊ അതിന് വേണ്ട, അതിന്റെ ആവശ്യമില്ല. നമ്മള് കൊളോക്കിയലായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നാട്ടുപുറത്തെ ഭാഷയാണ് സാധാരണ ഭാഷ. ഒരു വണ്ടിപ്രാന്ത്. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഒരു വണ്ടിപ്രാന്തനാണ്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഈ കാറിനോടും ബൈക്കിനോടും എല്ലാം ഇത്രയും ഒരു ലവ്, ഈ ഒരു ഭ്രാന്ത്, ഇത് എങ്ങനെ തുടങ്ങിയതാ ശരിക്കും പറഞ്ഞാല്? അത് ശരിക്കും ഒരു തുടക്കത്തിന് ആവശ്യമില്ല. സാധാരണ കൊച്ചു കുട്ടികൾക്കാണെങ്കിലും വണ്ടിയാണ് ഏറ്റവും കണ്ടു കഴിഞ്ഞ ഇഷ്ടം എന്ന് പറയാം. അത് വളർന്നു വരുമ്പോൾ ചില ആളുകൾക്ക് വീണു പോകാറുണ്ട്. പക്ഷെ നമുക്കത് അങ്ങനെ വളർന്നു വന്നു എന്ന് പറയാം. എനിക്ക് തോന്നുന്നു വണ്ടിയോടുള്ള ഇഷ്ടം അത് അങ്ങനെ നിൽക്കണം അന്ന് മുതൽ ഇന്ന് വരെ, ചെറുപ്പം മുതൽ ഈ പ്രായം വരെ. ആള് വലുതാവും തോറും വന്നിട്ടില്ല, ആ ഒരു ഭ്രാന്തും കൂടിക്കൊണ്ടിരിക്കുന്നു, ചികിത്സിക്കാൻ പറ്റാത്തതും. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ കുഞ്ഞിലെയൊക്കെ ഈ പറഞ്ഞ പോലെ ഉത്സവത്തിന് പോകുമ്പോഴാണെങ്കിൽ പോലും കാറ് പറയുന്ന പോലെ ഇങ്ങനത്തെ ഐറ്റംസ് കണ്ടു കഴിഞ്ഞാല്, ഞങ്ങൾ നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന 80s പിള്ളേരാണ്. അപ്പൊ നമുക്ക് കാറുകൾ കാണാൻ, കളിപ്പാട്ടങ്ങളാണ് കൂടുതൽ കാണാൻ. ശരിക്കുള്ള കാറുകൾ കാണാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരുന്നത് വാനൊക്കെയാണ്, മറ്റോർ വാനും മഹേന്ദ്ര ജീപ്പൊക്കെയാണ്, കാറുകളല്ല. അപ്പൊ അവിടുന്ന് ഒരു ചെറിയ കളിപ്പാട്ടം കിട്ടിയാലും അതിനോട് താലോചിച്ച് എടുത്തു വെക്കുക എന്നുള്ളതും, കാറുകളിലും അല്ലെങ്കിൽ വണ്ടികളും മേടിക്കാൻ വേണ്ടി വാശി പിടിക്കാനുള്ളതൊക്കെ അതൊക്കെ സാധാരണ എല്ലാ പിള്ളേരും പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവസരങ്ങൾ കുറവായിരുന്നു. വളരെ കുറച്ച് കളിപ്പാട്ടങ്ങളെ നമ്മളന്ന് കിട്ടിയിട്ടുള്ളൂ അല്ലെങ്കിൽ കളിച്ചിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഹോട്ട് വീൽ കളക്ഷൻ ഒക്കെ ഉണ്ടോ? ഇല്ല, എനിക്ക് മിനിയേച്ചർ ഇഷ്ടമല്ല. ഇഷ്ടമല്ലെന്നല്ല പറയാം, അത് ഇഷ്ടമല്ലെന്ന വാക്ക് തെറ്റാണ്. മിനിയേച്ചറിനോട് അത്ര വലിയൊരു പ്രാന്തില്ല. ശരിക്കും വണ്ടിയാണ് ഇഷ്ടം. കുഞ്ഞിനോടൊന്നും ഒരു 5-6 കമ്പ്യൂട്ടറിന് മുമ്പിൽ വെച്ചിട്ടുണ്ട്, അത് കാണാൻ വേണ്ടിട്ട്. അല്ലാണ്ട് കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഹോട്ട് വീൽസ് വണ്ടിയാണ് ഒരു ജീവനുള്ള അല്ലെങ്കിൽ സഞ്ചരിക്കാൻ പറ്റുന്ന, ഓടിക്കാൻ പറ്റുന്ന വണ്ടി വേണം, അല്ലാണ്ട് കളിപ്പാട്ടമല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഫസ്റ്റ് വണ്ടി അത് ഏതായിരുന്നു? അതെല്ലാ ഇന്ത്യക്കാരും പോലെ India 800 ആയിരുന്നു, മാരുതി 800 ആയിരുന്നു. അത് ഞാൻ മേടിക്കുന്നത് എനിക്ക് തോന്നുന്നു 2009-2008 ആ കാലഘട്ടത്തിലാണ്. ഒരു യൂസ്ഡ് വണ്ടി. അത് ആദ്യം ഒരു ബൈക്ക് മേടിച്ചു, ഒരു ബജാജ് പൾസർ മേടിച്ചു. ആ വണ്ടി കയ്യിൽ നിൽക്കുമ്പോൾ ഒരു വർഷത്തെ അയക്കുന്നതിന് മുന്നേ വിറ്റിട്ടാണ് ഞാൻ കാർ മേടിക്കുന്നത്. അപ്പൊ അന്ന് ആ വണ്ടിയാണ് ആദ്യം മേടിക്കുക. അപ്പൊ ഞാൻ ഫസ്റ്റ് പൾസർ എന്ന് പറയും, പിന്നെ മാരുതി 800 മേടിച്ചു എന്ന് പറയാം. അങ്ങനെയാണ് പറയാൻ പറ്റുക. അതെ, ഫസ്റ്റ് കാർ പറയുകയാണെങ്കിൽ മാരുതി 800. അത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ്, ഈ അഫോർഡബിലിറ്റി കൊണ്ട് വാങ്ങിയതാണോ അതോ ഇഷ്ടം കൊണ്ട് വാങ്ങിയതാണോ, എങ്ങനെ, അതിൽ ഏത് രീതിയിൽ അത് പറയാൻ പറ്റും? ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റും, അറിയാൻ പാടില്ല. ഞാൻ 68,000 രൂപ 69,000 രൂപയ്ക്കാണ് ബജാജ് പൾസർ മേടിക്കുന്നത്, പുതിയ വണ്ടി. അത് EMI അടച്ച് തീർന്നിട്ട് ആ വണ്ടി വിറ്റിട്ട് 50,000 രൂപയ്ക്കാണ് മാരുതി 800 മേടിക്കുന്നത്. അന്ന് എനിക്ക് അതേ അഫോർഡ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. ബൈക്ക് കൊടുത്ത് കിട്ടുന്ന ഒരു കാറ്, ആ കാറ് ഞാൻ മേടിച്ചു. അന്ന് ജോലിയൊന്നും തുടങ്ങിയിട്ടില്ല, ശരിക്കും ജോലിക്ക് തുടങ്ങുന്നേ ഉള്ളൂ ആ സമയത്ത്. പിന്നെ ആ കാർ ഇപ്പോഴും ഉണ്ടോ? ഇല്ല, ആ കാർ ഇപ്പില്ല. അത് കണ്ടം ചെയ്ത് പോയെന്ന് തോന്നുന്നു. കാരണം ഞാൻ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിച്ചായിരുന്നു. പക്ഷെ അതിന്റെ ഓണർ പറഞ്ഞു അത് കണ്ടം ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞായിരുന്നു. ആ വണ്ടി ഇല്ല, മരിച്ചുപോയി. അതില്ല. ഇപ്പൊ കറന്റ്ലി യൂസ് ചെയ്തോണ്ടിരിക്കുന്ന കാർ ഏതാ? ഇപ്പൊ യൂസ് ചെയ്യുന്ന മാരുതി ജിംനി ഉണ്ട്, പിന്നെ ഫോർഡിന്റെ ഒരു ഫിഗോ ആസ്പയർ ഉണ്ട്. അത് ഞാൻ പുതിയ കാർ ആദ്യമായിട്ട് മേടിച്ചാണ്. 10 വർഷമാവുന്നു അത് കൊടുത്തിട്ട്. 10ാമത്തെ വർഷമാണ് അത് കൊടുത്തിട്ടില്ല എന്റെ കയ്യിലുണ്ട്. അപ്പൊ 2 വണ്ടികളാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ. അതെ, ഒരു കാറൊക്കെ പറയുകയാണെങ്കിലും ഈ പറയുന്ന പോലെ കംഫർട്ട് അത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണോ? കംഫർട്ട് എന്നതിനേക്കാൾ അതിനേക്കാൾ കൂടുതൽ ഓടിക്കാൻ രസം വേണം. അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും വണ്ടി വിളിച്ചുകൊണ്ടിരിക്കണം, ഓടിക്കാൻ എടുത്തു പോകാൻ നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കണം. അങ്ങനത്തെ വണ്ടികളെ പറ്റുള്ളൂ. അല്ലാണ്ട് സാധാരണ ഒരു വണ്ടി നമ്മൾ അങ്ങനെ എടുത്ത് ഓടിക്കാനും അല്ലെങ്കിൽ അങ്ങനെയല്ല. എല്ലാ വണ്ടി ഓടിക്കും, പക്ഷെ ഇഷ്ടപ്പെട്ട വണ്ടികൾ ഓടിക്കാന്നുള്ളതല്ലേ വേണ്ടിയിട്ടുള്ള കാര്യം. അതെ. അതെങ്ങനെയാ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ എത്തിയത്? അത് കാർ നമ്മളെ ഇങ്ങോട്ട് എടുക്ക് ആ ഒരു സംഭവം? ചില വണ്ടികൾ അങ്ങനെ വിളിക്കും നമ്മളെ. നമുക്ക് എപ്പോഴും ഓടിക്കാനായിട്ടൊരു ത്വര വരും, അല്ലെങ്കിൽ ഒരു ആഗ്രഹം തോന്നും, ഒരു ഇഷ്ടം എടുത്ത് ഓടിക്കാൻ. എപ്പോഴും നമുക്ക് ഉറക്കം കളയും, നമ്മുടെ നാളെ രാവിലെ എണിച്ചിട്ട് നേരത്തെ എടുത്ത് ഓടിക്കാൻ നമുക്ക് തോന്നും. അങ്ങനെ ചില വണ്ടികളുണ്ട്. പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജിംനിയുടെ കാര്യം പറയാം. ഫോർ എക്സാമ്പിൾ എന്റെ അടുത്തുള്ളത് ഞാൻ ഓഫ് റോഡ് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന വണ്ടിയാണ് അത്. അതായത് ഓഫ് റോഡ് പോകാൻ വേണ്ടി മാത്രമാണ് ആ വണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു 1.5 വർഷമായിട്ട് അത് ആകെ ഓടിക്കുന്നത് 10,000 കിലോമീറ്റർ താഴെയാണ്. അത് പൊതുവേ നമ്മൾ റോഡിൽ എടുക്കാറില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു യാത്രയ്ക്ക് ഉപയോഗിക്കാറില്ല, ആവശ്യത്തിന് വേണ്ടി മാത്രം. അതും ഒരു ഹാർഡ് കോർ ഓഫ് റോഡ് ഒന്നല്ല, നമ്മുടെ ഇഷ്ടത്തിന്. ഇപ്പൊ നമ്മൾ പോവാണ്, ഒരു പാടത്തൊരു സ്ഥലം കണ്ടു, ആ സ്ഥലത്തേക്ക് ഒന്ന് പോയി അവിടെ പോയി സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാനോ പറ്റും. അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ നിന്ന് നിലയ്ക്കണം, അല്ലാണ്ട് ഒരു ഓഫ് റോഡർ അല്ല, ഒരു ലൈഫ് സ്റ്റൈൽ വണ്ടി നിലയ്ക്കാണ് അങ്ങനത്തെ വണ്ടികൾ. അതെ.
ആ വണ്ടി നമ്മൾ ഇങ്ങോട്ട് വിളിക്കും. അതെ, നമ്മൾ പറയും 4 ദിവസം നമ്മൾ എടുത്തില്ലെങ്കിൽ നമ്മൾ രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളോട് പറയും ഇന്ന് എടുത്തിട്ടില്ലല്ലോ ഇതുവരെ എന്ന് പറയാം. നമ്മൾ എടുത്തിട്ട് പോകുന്ന ആ ഒരു സംഭവം. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഒരു യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു അവിടെ എത്താൻ വേണ്ടിയിട്ട് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് വണ്ടി ഓടിക്കുന്നതിനേക്കാളും കൂടുതൽ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് മാത്രം യാത്ര ചെയ്യുന്ന ആളാണോ? ഞങ്ങൾ അങ്ങനെയാണ് പൊതുവെ. കാരണം ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടി ഓടിക്കണം. അതായത് നമ്മളെല്ലാ പുതിയ വണ്ടികളും ഓടിക്കുന്നുണ്ട് ഓൾമോസ്റ്റ്. അതായത് നിരത്തിലിറങ്ങുന്ന വണ്ടികളൊക്കെ ഭാഗ്യവശാൽ ആദ്യം കിട്ടുന്ന ആളുകളാണ് നമ്മൾ. അപ്പൊ നമ്മളത് ഓടിക്കാൻ വേണ്ടി തന്നെ ഓടിക്കുന്നതാണ്. വണ്ടി എങ്ങനെയുണ്ടെന്ന് അറിയാനും ഇതിന്റെ എന്താണ് അവസ്ഥ എന്ന് അറിയാനും ഒക്കെ ഓടിക്കുന്ന. പക്ഷെ നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടി ഓടിക്കാനുള്ള സമയം കുറവാണ്. യാത്ര ചെയ്യാൻ വേണ്ടി നമ്മൾ ഓടിക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം നമ്മൾ പലപ്പോഴും പോകുന്നത് കമ്പനി വണ്ടികളിലോ അല്ലെങ്കിൽ മീഡിയ ഫ്ലീറ്റിലൊക്കെ ആയിരിക്കും. ഇതുപോലുള്ള വണ്ടികൾ ചില ജേർണലിസ്റ്റുകളും അല്ലെങ്കിൽ ചില വ്ളോഗേഴ്സും പറയും വണ്ടി വാങ്ങേണ്ട കാര്യമില്ല, നമുക്ക് ആവശ്യത്തിന് അവരുടെ വണ്ടി എടുത്തു പോകും. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് ഒരു വണ്ടി അല്ലെങ്കിൽ 2 വണ്ടി സ്പെഷ്യൽ വണ്ടികൾ നമുക്ക് വേണം നമ്മുടെ സ്വന്തമായിട്ട്. നമുക്കത് കെയർ ചെയ്ത് കൊണ്ടെടുക്കാനും കഴുകാനും അല്ലെങ്കിൽ എന്താ പറയുക ആ വണ്ടിയോട് കൂടിച്ചേർന്ന് ജീവിക്കാനൊക്കെ പറ്റിയ വണ്ടികൾ വേണം. അങ്ങനെയുള്ള 1-2 വണ്ടികൾ നമ്മുടെ അടുത്തുണ്ട് എന്നുള്ളതാണ്. ഇത്രയും നാള് ഓടിച്ചു നോക്കിയതിൽ വെച്ചിട്ട് ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു 5 വെഹിക്കിൾ പറയാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും വണ്ടികൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അന്ന് 1986 മോഡൽ 800 ഞാൻ മേടിച്ചു പറഞ്ഞില്ലേ, ആ വണ്ടി മേടിച്ചിട്ട് അത് ഓടിക്കുമ്പോൾ അതായിരുന്നു അൾട്ടിമേറ്റ്. പിന്നെ അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം വണ്ടിയുടെ വളർച്ച എന്ന് പറയുന്നത്. അപ്പൊ അന്ന് ഓടിച്ച് ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഇന്നലെ ഈ വിറ്റാര ഓടിച്ച് വന്നിരിക്കണം. അപ്പൊ അത്രയും വണ്ടികൾ ഓടിക്കുന്നുണ്ട് നമ്മൾ. അപ്പൊ ഈ വണ്ടികൾ ഓടിക്കുമ്പോൾ ഒരു നല്ല 4 വണ്ടി എടുക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പറയാനായിട്ട്. കാരണം ഇത് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ ചിലപ്പോൾ അതിനേക്കാൾ നല്ല വണ്ടി വരും. പക്ഷേ ഞാനൊരു ഓൾഡ് സ്കൂൾ ആളാണ്. എനിക്ക് ഒരു മാനുവൽ ഒരു പെട്രോൾ നല്ലൊരു വണ്ടി കിട്ടിയാൽ ഓടിക്കാൻ ഇഷ്ടമാണ്. പർട്ടിക്കുലർ മോഡലൊന്നുമില്ല, ഒത്തിരി പവർഫുൾ ആയി ഒരു നല്ല ഹാൻഡിലിംഗ് ഒരു വണ്ടി ഓടിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു കാർ അങ്ങനെ എടുത്തു പറയാനായിട്ടൊന്നുമില്ല. അങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ട് എനിക്ക്. പക്ഷെ ആഗ്രഹമുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഓടിക്കാനും അല്ലെങ്കിൽ എപ്പോഴും വാങ്ങണം എന്നൊക്കെ സ്വപ്നമുള്ള വണ്ടിയൊക്കെ ഉണ്ട്. സാധാരണ എല്ലാവരും പറഞ്ഞ പോലെ പോർഷൻ 911 എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അതൊക്കെ കയ്യെത്തി പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള വണ്ടി ആയതുകൊണ്ടും ഇങ്ങനെ വേണമെങ്കിൽ ക്യാമറ മുമ്പിൽ നിന്ന് തള്ളാൻ മാത്രം പറ്റുന്ന കാര്യമാണ്. അല്ലാതെ അതൊരിക്കലും പെട്ടെന്ന് വാങ്ങാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനൊന്നും പറ്റില്ല. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ നമുക്കും പറയാം ഇഷ്ടമാണ്, അത് വേണം നമുക്ക് പറയാം. കാർ ഓർ ബൈക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാറെന്നേ ഉള്ളൂ. ഒബ്വിയസ്ലി ബൈക്ക് ഓടിക്കാറുണ്ട്, പക്ഷെ കാറാണ് കൂടുതൽ. അതെ, എന്തുകൊണ്ട്? സേഫ്റ്റി ഇഷ്യൂസ്? സേഫ്റ്റി അങ്ങനെയല്ല. അത് അന്ന് മുതൽ ഇന്ന് വരെ കാറിനോടാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞില്ലേ, പുതിയ വണ്ടി വാങ്ങിയിട്ട് അത് വിറ്റിട്ട് പഴയ ഒരു കാർ വാങ്ങണമെങ്കിൽ മനസ്സിലായില്ല കാര്യങ്ങൾ. ബൈക്കിനോടായിരുന്നെങ്കിൽ ഞാൻ ഒരു പക്ഷേ ആ ബൈക്ക് കൊണ്ടുവരുന്നില്ല കുറച്ചാലും കൂടി. മനസ്സിലായി. കാറിനോടാണ് ആ ഒരു ഇഷ്ടം കൂടുതൽ എപ്പോഴും. കാറെന്നല്ല, കാർ ഓടിക്കാറുണ്ട്, വലിയ വണ്ടികൾ ഓടിക്കാറുണ്ട്, ഹെവി ലൈസൻസ് ഉണ്ട്, ട്രക്കുകൾ ഓടിക്കാറുണ്ട്, എല്ലാം ഓടിക്കാറുണ്ട്. പക്ഷെ കാറുകളാണ് കൂടുതൽ ഇഷ്ടം. ആ ഒരു ഭയങ്കര സ്നേഹം അതെ, അതിനാണ് ഇഷ്ടം. അതെ, ഒരുപാട് കാറുകൾ ഓടിച്ചു നോക്കിയിട്ടുണ്ട്. എല്ലാം ഉണ്ടെങ്കിലും ലൈഫിൽ ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്തൊരു കാർ ഉണ്ടാവുമല്ലോ, ആ ഒരു ഫീല് അതെന്തായിരിക്കും? അത് കാറല്ല, അത് ഒരു വാനായിരുന്നു. ഒരു മറ്റഡോർ വാനാണ് ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ല അതിനെ എങ്ങനെ അത് വിശ്വസിക്കാൻ പറ്റുമോ എനിക്കറിയില്ല. അത് നമ്മുടെ വീട്, അതായത് അമ്മയുടെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ചെറുപ്പം, ലൈസൻസ് കിട്ടുന്ന പ്രായമൊന്നുമില്ല, 10-13 വയസ്സാണ്. ബോബി ചെമ്മനോട് തള്ളുന്ന പോലെ അല്ല ഉള്ളതാണേ. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലാണ് പാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ ബൈക്ക് ഉണ്ട്. അത് പുറത്തേക്ക് എടുക്കണമെങ്കിൽ ഈ വണ്ടി മാറ്റിയിടണമായിരുന്നു. അപ്പൊ അന്ന് ഒരു അത്യാവശ്യം വന്നപ്പോൾ എടുക്കാൻ ആളില്ല, ഇല്ല. അപ്പൊ ഞാൻ സ്വയം കയറി ഇരുന്ന് എടുത്ത് മാറ്റിയിടുന്നതായിട്ട്. അതാണ് ആദ്യത്തെ ഒരു. ഓടിച്ചിട്ടില്ല, ആദ്യമായിട്ട് വണ്ടി എടുത്ത് മാറ്റിയിടുന്നതായിട്ട്. വണ്ടിയെ കുറിച്ച് അറിയാം, അല്ല വണ്ടി ആളുകളുടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് എടുത്ത് മാറ്റിയിടുന്നതായിട്ട്. ഒരുപാട് ദൂരമൊന്നുമില്ല, ഒരു 5 മീറ്റർ അല്ലെങ്കിൽ ഒരു 6 മീറ്റർ അത്രേ ഉള്ളൂ. പക്ഷെ അതാണ് ആദ്യത്തെ ഒരു ഓർമ്മ എന്ന് പറയുന്നത്. അതെ, എപ്പൊ ചോദിച്ചാലും അത് പറയാനായിട്ട് കാരണം ഉള്ളത് കൊണ്ട്, മീൻസ് ആ ഒരു കാരണം ചിലപ്പോൾ ആ ഒരു ഫീൽ ഇപ്പോഴും മൈൻഡിൽ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ അതെടുത്ത് മാറ്റി. ഈ ഫീൽ എന്ന് പറയുമ്പോൾ ഞാൻ നാട്ടിൽ പോയിട്ട് സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ അവരെ കളിയാക്കി, തവണയാണ് പറയുന്നത് അന്ന് തന്നെ. അന്ന് മുതലേ നാട്ടിൽ അവർ പറയും തള്ളുന്നതാണെന്ന് പറയും. പക്ഷെ ഇത് ഉണ്ടായിട്ടുള്ള കാര്യമാണ്, ചെയ്തിട്ടുണ്ട്.